ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 കൾച്ചർ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് ആണ്. സംസ്കാരവും സാംസ്കാരിക വൈവിധ്യവും. ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് വൈബ്രൻറ്റ് കളേഴ്സ്, ഡൈവേഴ്സ് ലാംഗ്വേജസ് ആൻഡ് റിച്ച് ട്രഡീഷൻ. ഇന്ത്യ ഒരു ഊർജ്ജസ്വലമായ നിറങ്ങളുടെയും വ്യത്യസ്തമായ ഭാഷകളുടെയും സമ്പന്നമായ പാരമ്പര്യത്തിൻ്റെയും ഒരു രാജ്യമാണ്. ഫ്രം ദ സ്നോ ക്യാപ്ഡ് ഹിമാലയാസ് ഇൻ ദ നോർത്ത് ടു ദ വെസ്റ്റ്, വാസ്റ്റ് സീസ് ഇൻ ദ സൗത്ത്, ഈച്ച് റീജിയൻ ബോസ്റ്റ് ഇറ്റ്സ് യുണീക്ക് കൾച്ചർ. വടക്ക് ഹിമാലയ പർവ്വതത്തിൽ നിന്നും തെക്ക് കടൽ സമുദ്രത്തിൻ്റെ തീരം വരെയും വൈവിധ്യമായ കൾച്ചർ സംസ്കാരങ്ങളാൽ സമ്പന്നമാണ് ഭാരതം. അവർ കൺട്രി ഈസ് ഹോം ടു കൗണ്ട്ലെസ് ഫെസ്റ്റിവൽസ് ആൻഡ് മ്യൂസിക്. എണ്ണമറ്റ ഉത്സവങ്ങളുടെയും സംഗീതത്തിൻ്റെയും നാടാണ്. ഈസ് ഡൈവേഴ്സ് ഡാൻസ് ഫോംസ് ടെൽ വാരിഡ് സ്റ്റോറീസ് ഓഫ് അവർ പീപ്പിൾ. ഓരോ വ്യത്യസ്തമായ നൃത്തരൂപങ്ങളും വ്യത്യസ്തമായ കഥകൾ പറയുന്നു. യെറ്റ് എമിഡ്സ് ദിസ് ഇൻക്രെഡിബിൾ ഡൈവേഴ്സിറ്റി ദർ ഈസ് എ ഡീപ്പ് സെൻസ് ഓഫ് യൂണിറ്റി. ഇത്രയൊക്കെ നാനാത്വത്തിൽ ഒരു ഏകത്വം എന്ന് നമ്മളെപ്പോഴും പറയാറില്ലേ, ഇത്രയൊക്കെ വൈവിധ്യങ്ങളുണ്ടെങ്കിലും അതിലൊരു ഏകത്വം നമുക്കുണ്ട്. സ്ട്രെങ്തനിങ് ബൈ ദ ഇൻസ്പയറിംഗ് ലൈഫ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് തിങ്കേഴ്സ് ആൻഡ് വാരിയേഴ്സ്. പ്രശസ്തരായ പല യോദ്ധാക്കളുടെയും പല ചിന്തകരുടെയും കഥകൾ, നമുക്ക് ആവേശം പകരുന്ന കഥകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഭാരതം. ഇന്ത്യസ് ട്രൂ സ്ട്രെങ്ത് ലൈസ് ഇൻ ഇറ്റ്സ് എബിലിറ്റി ടു എംബ്രേസ് ഡിഫറൻസ് ആൻഡ് ഫൈൻഡ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അപ്പോൾ ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ഈ ഇത്രയൊക്കെ വൈവിധ്യങ്ങളുടെ ഇടയിലും ഒരു യൂണിറ്റി, ഒരു ഐക്യം കൊണ്ടുവരാൻ കഴിയുക എന്നതാണ് ഇന്ത്യയുടെ ശക്തി. ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ 1946, ജവഹർലാൽ നെഹ്റു. These are the words of our first Prime Minister Jawaharlal Nehru in his book The Discovery of India, describing the diversity of India. അപ്പം മുൻപ് പറഞ്ഞല്ലോ, ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ജവഹർലാൽ നെഹ്റു, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു എഴുതിയ വാക്കുകളാണിത്. വാട്ട് ആർ ഡൈവേഴ്സിറ്റീസ് മെൻഷൻഡ് ഹിയർ? എന്തൊക്കെ വ്യത്യസ്ത വൈവിധ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, പ്രതിപാദിച്ചിട്ടുള്ളത്? ലാംഗ്വേജ് പറഞ്ഞിട്ടുള്ളത്, ട്രഡീഷൻ, കൾച്ചർ, ഡാൻസ് ഫോംസ്, folk songs, music, religion, clothes, historic diversity, festivals, food, art forms. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് വ്യത്യസ്തമാണെന്നുള്ളത് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. മിലേ സുർ മേരാ തുമാര തോ സൂർ ബനെ ഹമാര, സുർ കി നദിയാ ഹർ ദിശാ സെ ബഹത്തെ സാഗർ മേൻ മിലേ. എൻ്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്ന് നമ്മുടെ സ്വരമായി. These are a few lines of the song beginning with Mile Sur Mera, which was composed in 1988 to strengthen the national unity of India. ഇന്ത്യയുടെ ദേശീയ ഐക്യം നിലനിർത്തുന്നതിനും അത് ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി 1988 രചിച്ച ഒരു പാട്ട്, ഒരു ഗാനത്തിൻ്റെ 2-3 വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദ സോങ് ഈസ് കമ്പോസ്ഡ് ഓഫ് ലിറിക്സ് ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് എംഫസൈസിങ് ദ കൺസെപ്റ്റ് ഓഫ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഈ ഒരു ഗാനം കമ്പോസ് ചെയ്തിട്ടുള്ളത് വ്യത്യസ്തമായ ഭാഷകളിലാണ്. ഈ ഇന്ത്യയിൽ അന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്ന ചേർത്തിരുന്ന ഭാഷകളിലെല്ലാത്തിലും ഈ 2 വരികൾ വീതമാണ് ഈ സോങ് ചുറ്റപ്പെടുത്തിയിരിക്കുന്നത്. Just as different rivers merges into a single ocean when diverse people, cultures and ideas come together. അപ്പോൾ നദികളെല്ലാം ഒഴുകി സമുദ്രത്തിലേക്ക് ചേരുന്നത് പോലെ വ്യത്യസ്തമായ ആളുകൾ, വ്യത്യസ്തമായ സംസ്കാരങ്ങൾ, വ്യത്യസ്തമായ അവരുടെ ചിന്തകൾ എല്ലാം കൂടി ഒരുമിച്ച് ഒരു ഭംഗിയുള്ള, ഒരു ഐക്യമുള്ള ഒരു നാടിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ഒരു ഗാനത്തിനെ രചിച്ചിരിക്കുന്നത്. This unity is important not only at the individual level but also at the societal level. ഈ ഒരു ഐക്യം വ്യക്തിഗതമായിട്ട് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലും കൂടി ഇത് ഫലിക്കേണ്ടതായിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് മലയാളം പോംസ് ആൻഡ് സോങ്സ് റിഫ്ലക്റ്റിംഗ് നാഷണൽ യൂണിറ്റി ആൻഡ് പ്രസൻറ്റ് ആസ് എ ഗ്രൂപ്പ് ഇൻ ക്ലാസ്. അപ്പോൾ ക്ലാസ്സിൽ നമ്മൾ ഇതുപോലെ ഐക്യത്തെ സൂചിപ്പിക്കുന്ന മലയാളം കവിതകളോ പദ്യങ്ങളോ പാട്ടുകളോ സിനിമാ പാട്ടുകളോ ഒക്കെ നമുക്ക് ക്ലാസ്സിൽ അവതരിപ്പിക്കാം.
നെക്സ്റ്റ് പേജിൽ എൻ്റെ കേരളം സുന്ദര കേരളം ഒരു ബ്രോഷറാണ്. ഒബ്സർവ് ദ ബ്രോഷർ പ്രിപ്പയർഡ് ഫോർ Keralapiravvi Day. Let us also create a similar brochure. Divide the class into different groups. Prepare a digital brochure on a state or on a union territory of India and present it in the class using the facilities in the social science lab. Informations about the state's language, clothing, art, festival, entertainment, food and more can be included. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്ലാസ്സിനെ 4ആയി ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു യൂണിയൻ ടെറിട്ടറിയോ ഒരു സ്റ്റേറ്റോ എടുത്തിട്ട് അതിൻ്റെ ലാംഗ്വേജ്, ഭാഷയും വസ്ത്രധാരണവും കലയും സംസ്കാരവും ഉത്സവങ്ങളും ആഘോഷങ്ങളും ഭക്ഷണവും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉൾക്കൊള്ളിച്ച് കൊണ്ടിട്ടുള്ള ഒരു ബ്രോഷർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത പേജിൽ ഋഷി ഈസ് എ മെമ്പർ ഓഫ് രാജസ്ഥാനി ഫാമിലി വിച്ച് കെയിം ടു കേരള ഫോർ വർക്ക് ആൻഡ് സെറ്റിൽഡ് ഹിയർ. റീഡ് ദ മെസ്സേജ് ഷെയർഡ് ബൈ റിതി ഫോർ her friends who is a student of government UP school ചോളവനം. ഇപ്പോൾ ഗവൺമെൻറ് UP സ്കൂൾ ചോളവനത്ത് ആണ് ഋതി പഠിക്കുന്നത്. ഋതി ഒരു രാജസ്ഥാനി ഫാമിലിയിലുള്ള കുടുംബത്തിലുള്ള കുട്ടിയാണ്. അവരിവിടെ കേരളത്തിൽ ജോലിക്ക് വേണ്ടി വന്നതാണ്. ഇവിടെ വന്ന് ഇവിടെ താമസിക്കാൻ തുടങ്ങി, ഇവിടെ സെറ്റിലായി. അപ്പോൾ ആ കുട്ടി ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ് ആ കുട്ടിയുടെ ഫ്രണ്ടിന്. ഡിയർ ഫ്രണ്ട്, ഹൗ ആർ തിങ്സ് അറ്റ് അവർ സ്കൂൾ. പ്രിയപ്പെട്ട അല്ലെങ്കിൽ കൂട്ടുകാരി, എന്തൊക്കെയാണ് നമ്മുടെ സ്കൂളിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നത്. ഐ കെയിം ടു മൈ വില്ലേജ് ടു സെലിബ്രേറ്റ് ഹരിയാലി തേജ്. ഞാൻ എൻ്റെ ഗ്രാമത്തിൽ വന്നിരിക്കുകയാണ് ഹരിയാലി തേജ് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ഹരിയാലി തേജ് ഒരു ഉത്സവമാണ്, ഒരു ആഘോഷമാണ്. വി സെലിബ്രേറ്റ് തേജ് ഇൻ ദ മന്ത് ഓഫ് ശ്രാവണ വിച്ച് ഈസ് ചിങ്ങം ഇൻ കേരള. ഞങ്ങൾ ഹരിയാലി തേജ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ആഘോഷിക്കുന്നത് ശ്രാവണ മാസത്തിലാണ്. അത് കേരളത്തിൽ അത് ചിങ്ങമാസമായിട്ടാണ് കണക്കാക്കുന്നത്. ഡോണ്ട് യു പുട്ട് അപ്പ് സ്വിങ്സ് ഫോർ ഓണം ഇൻ കേരള. നിങ്ങൾ ഓണത്തിന് ഊഞ്ഞാലുകൾ കെട്ടാറില്ലേ? വി ഓൾസോ പുട്ട് അപ്പ് സ്വിങ്സ് ഹിയർ ഫോർ തേജ് ഫെസ്റ്റിവൽ. ഞങ്ങളിവിടെ തേജ് ഫെസ്റ്റിവലിനും ഭാഗമായിട്ട് ഊഞ്ഞാലുകളൊക്കെ കെട്ടും. ന്യൂ ക്ലോത്ത്സ്, സ്വീറ്റ്സ്, ഫീസ്റ്റിംഗ് അറ്റ് റിലേറ്റീവ്സ് ഹൗസ് ആൻഡ് സോ ഓൺ ആർ പാർട്ട് ഓഫ് ദിസ് ഫെസ്റ്റിവൽ. പുതിയ വസ്ത്രങ്ങൾ, മധുര പലഹാരങ്ങൾ, ബന്ധുക്കളുടെ വീട്ടിൽ പോയിട്ടുള്ള സദ്യയും ഭക്ഷണങ്ങളും, സോ ഓൺ ആർ ദ പാർട്ട് ഓഫ് ദിസ് ഫെസ്റ്റിവൽ. ഇതെല്ലാം ഈ ഉത്സവത്തിൻ്റെ ഭാഗമാണ്. വി ഓൾസോ സെലിബ്രേറ്റ് പുഷ്കർ മേള ആൻഡ് ഗജമേള. ഞങ്ങൾ പുഷ്കർ മേളയും ഗജമേളയും ആഘോഷിക്കും, നടത്തും. ഗജമേള ആനയുടെ ഊട്ടലും ആന ഓട്ടവുമാണ്. അതുപോലെ പുഷ്കർ മേള എന്ന് പറയുമ്പോൾ ക്യാമൽസിനെ പറ്റിയാണ്. ഈ ക്യാമൽസിൻ്റെ എക്സിബിഷനും ക്യാമലിൻ്റെ ഓട്ടവും ഉണ്ടാകും. ഒട്ടകത്തിനെ കൊണ്ടുള്ള ഒട്ടകത്തിനെ എക്സിബിറ്റ് ചെയ്യും, അവർക്ക് ഫുഡ് കൊടുക്കും. അതാണ് പുഷ്കർ മേള. പുഷ്കർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ചെയ്യുന്നത്. ഓൺ സച്ച് ഒക്കേഷൻസ് മെൻ വെയർ ടർബൻസ് ആൻഡ് കോട്ട്. ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ പുരുഷന്മാർ ടർബനും കോട്ടുമാണ് ധരിക്കുന്നത്. സ്ത്രീകളോ സ്കേർട്ടും ബ്ലൗസും സാരിയുമാണ് ധരിക്കുന്നത്. ഐ വിൽ ടെൽ യു മോർ അബൌട്ട് ദീസ് വെൻ വി മെറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ കാണുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഐ വിൽ ബി ബാക്ക് ബിഫോർ ഓണം. ഞാൻ ഓണത്തിന് മുന്നേ തിരിച്ചു വരും. ഐ വിൽ ബ്രിങ് സം ഓഫ് അവർ സ്പെഷ്യൽ സ്വീറ്റ്സ് മെയ്ഡ് ബൈ അസ് ഫോർ ഓൾ ഓഫ് യു. ഞങ്ങളിവിടെ ഉണ്ടാക്കിയ കുറച്ച് മധുര പലഹാരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാം എന്നൊക്കെയാണ് ഈ കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, വാട്ട് ഓൾ സിമിലർ ഫീച്ചേഴ്സ് ആർ ദെയർ ബിറ്റ്വീൻ ദ ഓണം ഫെസ്റ്റിവൽ ഇൻ കേരള ആൻഡ് ദ തേജ് ഫെസ്റ്റിവൽ ഇൻ രാജസ്ഥാൻ. ഇപ്പോൾ രാജസ്ഥാനിലെയും കേരളത്തിലെയും രണ്ട് ഉത്സവങ്ങൾ തന്നിട്ടുണ്ട്. അത് രണ്ടെണ്ണം തമ്മിൽ എന്തൊക്കെ സിമിലാരിറ്റീസ് ആണ്, എന്തൊക്കെയാണ് ഒരുപോലെയുള്ള കാര്യങ്ങൾ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. രണ്ടും ഏകദേശം ഒരേപോലത്തെ മാസങ്ങളിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ശ്രാവണ മാസം ആണ് ഹരിയാലി തേജ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ചിങ്ങമാസത്തിലാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് ഓഗസ്റ്റ് മാസത്തിൻ്റെ പകുതിയോടെ ശ്രാവണ മാസം അവസാനിക്കും. പക്ഷേ ആ സമയത്ത് ചിങ്ങം തുടങ്ങും. ചിങ്ങത്തിൻ്റെ സ്റ്റാർട്ടിങ്ങും ശ്രാവണ മാസത്തിൻ്റെ എൻഡിങ്ങും ആയിരിക്കും ഈ പറഞ്ഞ ഫെസ്റ്റിവൽ ഒരേ ഡേറ്റ് എന്ന് പറഞ്ഞ് വരുന്നത്. ഫീസ്റ്റിംഗ് അറ്റ് റിലേറ്റീവ്സ് ഹൗസ്. അപ്പം ബന്ധുക്കളുടെ വീട്ടിൽ പോവുക, ബന്ധുക്കളെല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് വരിക, അത് രണ്ട് ഫെസ്റ്റിവലിലും ഉണ്ടാകും. പുട്ടപ്പ് സ്വിങ് ഉണ്ടാകും. ഊഞ്ഞാൽ രണ്ട് ഫെസ്റ്റിവലിലും ഊഞ്ഞാൽ കെട്ടും. ന്യൂ ക്ലോത്ത്സ്, പുതിയ വസ്ത്രങ്ങൾ. രണ്ട് ഫെസ്റ്റിവലിലും പുതിയ വസ്ത്രങ്ങൾ. വസ്ത്രധാരണം വ്യത്യാസമാണെങ്കിൽ പോലും വസ്ത്രങ്ങൾ നമ്മൾ പുതിയത് വാങ്ങിക്കും. സ്വീറ്റ്സ്, രണ്ട് ഫെസ്റ്റിവലിലും സ്വീറ്റ്സ് ഉണ്ടാക്കും. പിന്നെ അത്രയും കാര്യങ്ങളാണ് ഉള്ളത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഫൗണ്ട് ഇൻ രാജസ്ഥാൻ ദാറ്റ് ആർ ഡിഫറെൻറ്റ് ഫ്രം കേരള. ഇപ്പോൾ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാം കാര്യങ്ങളാണ് പുഷ്കർ മേളയിലുള്ളത്. പുഷ്കർ മേള നടത്തും, ഗജമേള നടത്തും, മാർഷൽ
ഇത് മാരിറ്റൽ ബ്ലിസ് അല്ലെങ്കിൽ ലവ് ഡിവോഷൻ ബിറ്റ്വീൻ പാർവതി ആൻഡ് ശിവ. ഇപ്പോൾ രാജസ്ഥാനിൽ നടത്തുന്ന ഈ ഹരിയാലി തേജ് ഫെസ്റ്റിവൽ ശിവനും പാർവതിയും തമ്മിലുള്ള പുനർസമാഗമത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് നടത്തുന്ന ഫെസ്റ്റിവലാണ്. ഇത് സ്ത്രീകളാണ് കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ ഫെസ്റ്റിവലിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ സ്ത്രീകളാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പുഷ്കർ മേളയിൽ പുഷ്കറിൽ പോയിട്ട് ഉള്ളതാണ് പുരുഷന്മാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ. കേരളാസ് ബോട്ട് റേസ് ഫ്ലവർ കാർപ്പറ്റ് സെലിബ്രേറ്റഡ് 10 days ഹോം കമ്മിങ് ഓഫ് മഹാബലി. അപ്പോൾ മഹാബലിയുടെ തിരിച്ചുവരവാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഓണം. ഇത് 10 ദിവസം നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ പൂക്കളം ഇടും, ബോട്ട് റേസ്, ഇതൊക്കെ പുലികളി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ, സ്പോർട്സ് ഐറ്റംസ് കുറേ ഉണ്ട്. We are familiar with some of the similarities and differences in food, clothing, custom and celebration of Rajasthan and Kerala. ഡ്രസ്സ് നമ്മൾ പുതിയ വസ്ത്രം എടുക്കുമെങ്കിലും ഡ്രസ്സിങ് സ്റ്റൈൽ വ്യത്യാസമുണ്ട്. അപ്പോൾ രാജസ്ഥാനിലെയും കേരളത്തിലെയും ഫുഡ്, ക്ലോത്ത്, കസ്റ്റം, സെലിബ്രേഷൻ, ആചാരങ്ങളും ആഘോഷങ്ങളൊക്കെ വ്യത്യാസമാണ്. മെനി സച്ച് ഫീച്ചേഴ്സ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ഈച്ച് സ്റ്റേറ്റ്. ഇപ്പോൾ ഓരോ സ്റ്റേറ്റിലും ഇങ്ങനത്തെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആസ്ക് യുവർ എൽഡേഴ്സ് അബൌട്ട് ദി important festival, language and tradition, clothing, food, arts and crafts, monuments and other cultural aspects of your area and use the information to complete the concept map provided below. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മുതിർന്നവരോട് ചോദിച്ചിട്ട് നമ്മുടെ ആ ഏരിയയിൽ നമ്മുടെ പ്രദേശത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ, ഉത്സവങ്ങൾ, നമ്മുടെ ഭാഷ, ട്രഡീഷണൽ ക്ലോത്തിങ്, പാരമ്പര്യമായ വസ്ത്രധാരണം എങ്ങനെയായിരുന്നു, ഫുഡ്, ഭക്ഷണം എങ്ങനെയായിരുന്നു, ആർട്ടും ക്രാഫ്റ്റും, കലയും കരകൗശല വിദ്യയും എന്തൊക്കെയായിരുന്നു, മോണ്യുമെൻറ്റ്സ്, സ്മാരകങ്ങൾ എന്തെല്ലാമാണ്, കൾച്ചറൽ ആസ്പെക്ട്സ് ഓഫ് യുവർ ഏരിയ എന്നീ വിവിധ സാംസ്കാരിക വശങ്ങൾ എന്തെല്ലാമാണെന്ന് ഒരു മുതിർന്ന വ്യക്തിയോട് ചോദിച്ച് താഴെ കൊടുത്തിരിക്കുന്ന മാപ്പ് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് എത്രമാത്രം കറക്റ്റ് ആയിരിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. Based on the above concept map, prepare a description title My Place and upload it to the school wiki. The features included in the description My Place reflect the culture of our land. What is culture? അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് കൾച്ചർ, നമ്മുടെ സംസ്കാരം എന്നാൽ എന്ത്? ആ കൾച്ചർ ഈസ് ഫോംഡ് ബൈ ഫാക്ടേഴ്സ് സച്ച് ആസ് ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ലാംഗ്വേജ്. ദ വേ വി തിങ്ക് ആൻഡ് ആക്ട് is also a part of culture. Culture is something we inherit traditionally as member of society. നമ്മുടെ ഭക്ഷണം, വസ്ത്രം, ഭാഷ, നമ്മളെങ്ങനെയാണ് ചിന്തിക്കുന്നത്, നമ്മളെങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മളുടെ പാരമ്പര്യമായിട്ട് എന്തെല്ലാമാണ് നമ്മൾ കൈമാറി വന്നിരിക്കുന്നത്, പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി എന്തെല്ലാമാണ്, ഓൾ ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഹ്യൂമാനിറ്റി ക്യാൻ ബി ടേംഡ് ആസ് കൾച്ചർ. നമ്മുടെ മനുഷ്യരാശിയുടെ എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും ആകെ തുകയാണ് നമ്മുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ, സംസ്കാരം എന്ന് പറഞ്ഞാൽ. കൾച്ചർ ഈസ് ഡിഫൈൻഡ് ഇൻ ദ ഓപ്പണിംഗ് ലൈൻസ് ഓഫ് ദ ബുക്ക് പ്രിമിറ്റീവ് കൾച്ചർ published by E.B. Taylor in 1871. Thus, culture is that complex whole which includes knowledge, belief, art, morals, laws and custom and any other capabilities and habits acquired by a man as a member of society. ഇപ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ കഴിവ് കൊണ്ട് തൻ്റെ സ്ഥിരമായിട്ട് ഉള്ള ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ, അതും കൊണ്ട് നമുക്ക് സ്വായത്തമാക്കുന്ന അറിവും വിശ്വാസവും കലയും ധാർമ്മികതയുടെയും ആകെ തുകയാണ് ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ. കൾച്ചർ ഈസ് വാട്ട് സെറ്റ്സ് ഹ്യൂമൻ അപ്പാർട്ട് ഫ്രം അതർ സ്പീഷീസ്. മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും നമ്മൾ വ്യത്യസ്തരാക്കുന്ന നമ്മുടെ സംസ്കാരമാണ്. ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ബോൺ ഇൻ ടു എ യുണീക്ക് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. ഓരോ വ്യക്തിയും ജനിച്ചു വീഴുന്നത് ഇത് വ്യത്യസ്തമായ സാംസ്കാരിക പാരമ്പര്യത്തിലേക്കാണ്. ഇറ്റ് ഈസ് ത്രൂ ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ഈച്ച് ഇൻഡിവിജ്വൽ അക്വയർ ദെയർ ഓൺ കൾച്ചർ. നമ്മൾ സാമൂഹികപരമായിട്ടുള്ള ഇടപെടലുകളുടെ ആകെ തുകയായിട്ടാണ് നമുക്ക് ഓരോ സംസ്കാരവും ഓരോ വ്യക്തിയും ഓരോ സംസ്കാരം പഠിച്ച് ആ സംസ്കാരത്തിൽ പഠിച്ച് നേടുന്നത്. സോഷ്യലൈസേഷൻ ഇസ് എ പ്രോസസ് ത്രൂ വിച്ച് വി ലേൺ ഹൗ ടു ബിഹേവ് ആൻഡ് ഇൻറ്ററാക്ട് വിത്തിൻ ദ സൊസൈറ്റി. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മളെങ്ങനെയാണ്, ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ
പെരുമാറേണ്ടത്, എങ്ങനെയാണ് മറ്റുള്ളവരുമായി ഇടപഴകേണ്ടത്, അതിൻ്റെ ആ ഒരു ലേണിംഗ് പ്രോസസ്സ്, അത് പഠിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ എവിടെ നിന്നൊക്കെയാണ് പഠിക്കുക? ഫാമിലി, എഡ്യൂക്കേഷൻ, പിയേഴ്സ്, മീഡിയ, സോ ഓൺ ആർ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് സോഷ്യലൈസേഷൻ. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റിംഗ് സോഷ്യലൈസേഷൻ? എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? ഫാമിലി, എഡ്യൂക്കേഷൻ, പിയർ, മീഡിയ ആൻഡ് സോ ഓൺ ആർ ദ ഫാക്ടേഴ്സ്. ഇനി വാട്ട് ഈസ് സോഷ്യലൈസേഷൻ? അതും ചോദിക്കാം. സോഷ്യലൈസേഷൻ ഇസ് എ ലേണിംഗ് പ്രോസസ് ത്രൂ വിച്ച് വി ലേൺ ഹൗ ടു ബിഹേവ് ആൻഡ് ഇൻറ്ററാക്ട് വിത്തിൻ ദ സൊസൈറ്റി വി ലിവ് ഇൻ. അത് രണ്ടെണ്ണം ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് മാർക്ക് ചെയ്താൽ മതി. ആർട്സ്, മ്യൂസിക്, ലിറ്ററേച്ചർ, ഫിലോസഫി, റിലീജിയൻ, സയൻസ് ആൻഡ് സോ ഓൺ ആർ ഓൾ ഡിഫറെൻറ്റ് കോമ്പണൻറ്റ്സ് ഓഫ് കൾച്ചർ. അപ്പോൾ സംസ്കാരത്തിൻ്റെ മറ്റ് ചില ഘടകങ്ങളുണ്ട്. അതെന്തെല്ലാമാണ്? കല, സംഗീതം, സാഹിത്യം, തത്വശാസ്ത്രം, മതം, ശാസ്ത്രം. ദാറ്റ് ഈസ് വൈ all these are human made, aren't they? That is why culture is considered to be human made. അപ്പോൾ ഇതെല്ലാം മനുഷ്യനാൽ നിർമ്മിതമാണ് അല്ലേ? അതുകൊണ്ടാണ് ഒരു സംസ്കാരം മനുഷ്യനിർമ്മിതമാണെന്ന് പറയുന്നത്. കൾച്ചർ ഹാസ് മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ കോമ്പോണൻറ്റ്സ്. കൾച്ചറിന്, സംസ്കാരത്തിന് മെറ്റീരിയൽ കോമ്പോണൻസും ഉണ്ട്, നോൺ മെറ്റീരിയൽ കോമ്പോണൻസും ഉണ്ട്. അതായത് മെറ്റീരിയൽ കോമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളാണ്, ഈ സ്ഥാവര ജംഗമ വസ്തുക്കൾ പോലെ. നോൺ മെറ്റീരിയൽ കോമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയം, ബഹുമാനം, പിന്നെ വിശ്വാസം, സ്നേഹം എന്നിങ്ങനെ നമുക്ക് കാണാൻ പറ്റാത്തത്, മെറ്റീരിയൽ അല്ലാത്തത്. ഫുഡ്, ക്ലോത്തിങ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആൻഡ് സോ ഓൺ വിച്ച് ക്യാൻ ബി സീൻ ഓൺ ദ സർഫസ് ആർ tangible are the components of material culture. ഭക്ഷണം, വസ്ത്രം, വീട്ടു സാധനങ്ങൾ, ഇതെല്ലാം നമുക്ക് കാണാനും സ്പർശിക്കാനും ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാമാണ് മെറ്റീരിയൽ കോമ്പോണൻറ്റ്സ് ഓഫ് മെറ്റീരിയൽ കൾച്ചർ. ബട്ട് ബിലീഫ്, തോട്ട്, ഐഡിയാസ് ആൻഡ് സോ ഓൺ വിച്ച് ആർ ഇൻവിസിബിൾ ആൻഡ് ഇൻടാങ്കബിൾ ആർ കോമ്പോണൻറ്റ്സ് ഓഫ് നോൺ മെറ്റീരിയൽ കൾച്ചർ. വിശ്വാസം, ചിന്ത, ഐഡിയകൾ, ഇതെല്ലാമാണ് എന്ത് കോമ്പോണൻറ്റ്സ്? നോൺ മെറ്റീരിയൽ കോമ്പോണൻറ്റ്സ് ആയിട്ടുള്ളത്. ഇതൊന്നും സ്പർശിക്കാൻ സാധ്യമല്ല. ക്ലാസിഫൈ ആൻഡ് ലിസ്റ്റ് ദ ഫോളോയിങ് ആസ് മെറ്റീരിയൽ കൾച്ചർ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ. താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്, അതിനെ മെറ്റീരിയൽ കൾച്ചറായിട്ടും നോൺ മെറ്റീരിയൽ കൾച്ചറായിട്ടും ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഷർട്ട്, ബുക്ക്, യൂട്ടൻസിൽസ്, ഹൗസ്, ബാഗ്, വാച്ച്, ഫോൺ, സ്പെയ്ഡ്, ഇതെല്ലാം മെറ്റീരിയൽ കൾച്ചറാണ്. മലയാളം, റിലീജിയൻ, ബിലീഫ്, ലവ്, റെസ്പെക്ട്, നോളജ്, ഇതെല്ലാം നോൺ മെറ്റീരിയലാണ്. ഇനി നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് കൾച്ചറിനെ കുറിച്ചിട്ട് ഒരു മൈൻഡ് മാപ്പ് തന്നിട്ടുണ്ട്. ഈ മൈൻഡ് മാപ്പ് നോട്ട്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഇതോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി there are diverse societies and culture existing in the whole world. ഈ ലോകത്ത് വ്യത്യസ്തങ്ങളായ പല സംസ്കാരങ്ങളും ഉണ്ട്. ദ കൾച്ചർ ഓഫ് ഇന്ത്യ ടു ഈസ് ഇൻക്രെഡിബ്ലി റിച്ച് വിത്ത് ഡൈവേഴ്സിറ്റി. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു സംസ്കാരവും വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ്. അവർ കൺട്രി ഈസ് ഹോം ടു എ വൈഡ് വെറൈറ്റി ഓഫ് റിലീജിയൻ, കാസ്റ്റ് ആൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തങ്ങളായ മതവും ജാതിയും വ്യത്യസ്തമായ ഗോത്രവർഗ്ഗങ്ങളും ഉണ്ട്. ഈച്ച് വൺ ഹാസ് ഇറ്റ്സ് ഓൺ ഡിസ്റ്റിങ് ട്രഡീഷൻ ആൻഡ് കൾച്ചർ. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പാരമ്പര്യവും സംസ്കാരവും കാത്തു സൂക്ഷിക്കുന്നവരാണ്. സിമിലർലി എ റിമാർക്കബിൾ ഡൈവേഴ്സിറ്റി ഓഫ് ലാംഗ്വേജസ് ഓൾസോ എക്സിസ്റ്റ്സ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ഭാഷയുടെ കാര്യത്തിലും ഇന്ത്യയിൽ വൈവിധ്യങ്ങളുണ്ട്. ഫൈൻഡ് ഔട്ട് ഹൗ മെനി ലാംഗ്വേജസ് ആർ പ്രിൻറ്റഡ് ഓൺ ആ കറൻസി നോട്ട്. നമ്മുടെ കറൻസി നോട്ടിൽ, നമ്മുടെ ഭാരതത്തിൻ്റെ രൂപകളിൽ, നോട്ടുകളിൽ എത്ര ഭാഷകളാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്? 15 ഭാഷകളാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി, ഇംഗ്ലീഷ്, ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കാശ്മീരി, കൊങ്കണി, മലയാളം, മറാത്തി, നേപ്പാളി, ഒഡിയ, പഞ്ചാബി, സാൻസ്ക്രിറ്റ്, തമിഴ്, തെലുഗു, ഉറുദു. ഇത്രയും ഭാഷകളാണ് നോട്ടിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. എൻക്വയർ അബൌട്ട് വിച്ച് ലാംഗ്വേജ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ എത്ര ഭാഷകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഇൻ 1950 14 ലാംഗ്വേജസ്, 14 ഭാഷകൾ 1950യിലും ഇപ്പോൾ 2003 ആയപ്പോൾ 22 ലാംഗ്വേജസ് ആർ ഒഫീഷ്യലി ഇൻ 8th ഷെഡ്യൂൾ. 8th ഷെഡ്യൂളിൽ 22 ലാംഗ്വേജസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ, വ്യത്യസ്തമായ രാജ്യങ്ങൾ എടുക്കുക, ആ ഓരോ രാജ്യത്തിൻ്റെയും വസ്ത്രധാരണം, ഫുഡ്, ഭക്ഷണം, എൻ്റർടൈൻമെൻറ്റ്, ഫെസ്റ്റിവൽ, ഉത്സവം, ആഘോഷം,
ലാംഗ്വേജ്, ഭാഷ, ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു കൊളാഷ് നമ്മൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക പിക്ചറുകൾ ഏതെങ്കിലുമൊക്കെ ഒരു 2-3 രാജ്യങ്ങളുടെ, എന്നിട്ട് അത് ഒരു പോസ്റ്റർ രൂപത്തിലാക്കുക. യു ആർ റിയലൈസ് ദാറ്റ് കൾച്ചർ അറൗണ്ട് ദ വേൾഡ് ആർ ഡിഫറെൻറ്റ്. കൾച്ചർ ഹാസ് മെനി ഫീച്ചേഴ്സ് ലൈക്ക് ദിസ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരമാണ് ഓരോ രാജ്യങ്ങളിലും ഉള്ളത്. ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായിട്ടുള്ള ഈ ഓരോ ഐറ്റമും ഈ ഓരോ ഫീച്ചേഴ്സും വ്യത്യസ്തമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കിയല്ലോ. ഫീച്ചേഴ്സ് ഓഫ് കൾച്ചർ. ഓരോ സംസ്കാരത്തിൻ്റെയും സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കൾച്ചർ ഈസ് ലേൺഡ്. ചില സംസ്കാരത്തിൻ്റെ ചില ആചാരങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നവയാണ് അല്ലേ. ഓണം ഈസ് വൺ ഓഫ് ദ മേജർ ഫെസ്റ്റിവൽ ഇൻ കേരള. യു സെലിബ്രേറ്റ് ഓണം ഇൻ ദ സ്കൂൾ, ഡോണ്ട് യു? വാട്ട് ആർ ദ പ്രിപ്പറേഷൻസ് മെയ്ഡ് ഫോർ ഓണം സെലിബ്രേഷൻ? ഇപ്പോൾ ഓണം സെലിബ്രേഷന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരുക്കി വെക്കുക, എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നമ്മൾ ചെയ്യുക ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഫ്ലവർ കാർപ്പറ്റിൻ്റെ ഡിസൈനൊക്കെ നോക്കി വെക്കും. സദ്യയൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കി വെക്കും. ഓരോ ദിവസവും എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കും. ഓണക്കളികൾ എന്തെല്ലാമാണെന്ന് നോക്കി വെക്കും. ഓണപ്പാട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കി വെക്കും. ഊഞ്ഞാൽ കെട്ടേണ്ട സ്ഥലം എവിടെയാണെന്ന് നോക്കി വെക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കും അല്ലേ. ഓണത്തപ്പനെ വെക്കണ കാര്യം, ഓണത്തപ്പനെ വെക്കണതും അതിൻ്റെ രാവിലത്തെ ചടങ്ങുകളും പൂജകളും അതൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞു വെക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ പഠിച്ചത് ഒന്ന് നമ്മുടെ ഗ്രാൻഡ് പാരൻസിൽ നിന്ന്, പിന്നെ പുസ്തകങ്ങളിൽ നിന്ന്, പിന്നെ നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എവിടെ നിന്ന് അതൊക്കെ പഠിക്കുക? സോഷ്യൽ മീഡിയയിൽ നിന്ന് അല്ലേ. കൾച്ചർ ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഈസ് innate. We acquire culture through the process of socialization that happens through interaction with family, school, peers and society. We learn how to respect elders usually from our family. അപ്പോൾ നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം അത് ഒരു കുടുംബത്തിൽ നിന്നാണ് പഠിക്കുന്നത് അല്ലേ. അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞു തരും, മുതിർന്നവർ പറഞ്ഞു തരും. മൂത്ത ആൾക്കാർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, പിന്നെ നാഷണൽ ആനന്ദം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, കസേരയിൽ ഇരുന്നിട്ട് നമ്മൾ കാലുമേൽ കാല് വെക്കാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൂത്ത ആൾക്കാർ പറയും അല്ലേ. മുതിർന്ന ഒരാളിരിക്കുമ്പോൾ ബഹുമാനം കൊടുത്ത് വേണം സംസാരിക്കാൻ വേണ്ടിയും അവരുടെ മുമ്പിൽ ബഹുമാനത്തോടെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കണം, വൈകിട്ട് പ്രാർത്ഥിക്കണം, കിടക്കും മുമ്പ് പ്രാർത്ഥിക്കണം. ആ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മുത്തശ്ശിമാരാണ് പറഞ്ഞു തന്നിരുന്നത്. മുത്തശ്ശിമാർ നമുക്ക് കഥകൾ പറഞ്ഞു തരും. ഈ കഥകളിൽ എന്തുണ്ടാകും? ഒരു ഗുണപാഠവും ഉണ്ടാകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. എൻകൾച്ചറേഷൻ ഈസ് എൻ ഇൻഡിവിജ്വൽസ് ലേണിംഗ് ആൻഡ് ഹാബിച്വലൈസിങ് ദെയർ ഓൺ കൾച്ചർ. അപ്പോൾ ഒരാളുടെ സ്വന്തം ആയിട്ടുള്ള ഒരു സംസ്കാരത്തിനെ ഒരു ഹാബിറ്റാക്കി മാറ്റുക, അതായത് ഒരു ശീലമാക്കി മാറ്റുക. അങ്ങനെയാണ് ഈ പഠനം നടക്കുന്നത്, എൻകൾച്ചറേഷൻ നടക്കുന്നത്. വാട്ട് ആർ സം ഓഫ് ദ കൾച്ചറൽ പ്രാക്ടീസസ് യു ഹാവ് ലേൺഡ്? ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് കൾച്ചറൽ പ്രാക്ടീസസ് എന്തെല്ലാമാണ്? സ്റ്റാൻഡിങ് അപ്പ് ഡ്യൂറിങ് നാഷണൽ ആനന്ദത്തിൻ്റെ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. സേയിങ് നമസ്തേ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, അങ്ങനെ ഗ്രീറ്റിങ്സ് കൊടുക്കുക. നമ്മൾ പണ്ട് നമസ്തേ എന്നായിരുന്നു പറഞ്ഞിരുന്നത്, ഇപ്പോൾ നമ്മൾ മോഡേണൈസ്ഡായി ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് ഒക്കെ പറയുന്നു. രാവിലെ പ്രെയർ ചൊല്ലുക, ഈവനിങ് സന്ധ്യയ്ക്ക് പ്രെയർ ചൊല്ലുക, ബിഫോർ സ്ലീപ്പ് ഉറങ്ങുന്നതിന് മുമ്പ് പ്രെയർ ചൊല്ലുക, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പൊക്കെ പ്രെയർ ചൊല്ലണ വീടുകളും ഉണ്ട്. സ്റ്റാൻഡിങ് അപ്പ് വെൻ എൽഡേഴ്സ് കം, മുതിർന്ന ആൾക്കാർ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് അവർക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവരെ വരുമ്പോഴത്തേക്കും ബഹുമാന സൂചകമായിട്ടൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് വീണ്ടും അവിടെ തന്നെ ഇരുന്നോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതൊരു ബഹുമാന സൂചകമായിട്ടൊന്ന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ് കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ നിന്നാണ് പഠിക്കുന്നത്? വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത് അല്ലേ. കൾച്ചർ ഈസ് ഷെയർഡ്. കൾച്ചർ നമ്മൾ ഷെയർ ചെയ്യും, സംസ്കാരം ഷെയർ ചെയ്യുന്നതാണ്. ഇൻ സ്കൂൾ യു ഈറ്റ് ടുഗെദർ വിത്ത് യുവർ ഫ്രണ്ട്സ് വൈൽ സെലിബ്രേറ്റിംഗ് ഓണം ഫെസ്റ്റിവൽ. ഇപ്പോൾ ഓണം ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പീപ്പിൾ ഫ്രം ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി സിറ്റ് ടുഗെദർ ആൻഡ് ഹാവ് ഫുഡ്. ഇപ്പോൾ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഫുഡ് വിൽ ബി സർവ്ഡ് ഓൺ ബനാന ലീഫ്. ഓണസദ്യ വിളമ്പുന്നത് എന്തിലാണ്? വാഴയിലയിലാണ്. ദിസ് symbolizes the abundance and harvest. കൊയ്ത്തുത്സവം, ഹാർവെസ്റ്റ് സീസണാണ്. അപ്പോൾ കൊയ്ത്തുത്സവത്തിൻ്റെയും പിന്നെ സമ്പൽ സമൃദ്ധിയുടെയും ഒരു പ്രതീകമായിട്ടാണ് ഓണം കാണുന്നത്. വ്യത്യസ്തമായ
ഡിഷസ് നമുക്കുണ്ടാകും ഓണത്തിന്. ഓണസദ്യ വ്യത്യസ്തമായ ഡിഷസ് ഉണ്ടാകും. അവിയൽ, തോരൻ, സാമ്പാർ, അങ്ങനെ പല വ്യത്യസ്തമായ ഡിഷസ്. പിന്നെ അവസാനം നമുക്ക് എന്തുണ്ടാകും, പായസം ഉണ്ടാകും. അതും പലതരത്തിലുള്ള പായസം നമുക്കുണ്ടാകും. 3-4 തരം പായസം ഉണ്ടാകും. കൾച്ചറൽ സിഗ്നിഫിക്കൻസ്, ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് തരുന്നത്? അപ്പോൾ ബനാന ലീഫിലായതുകൊണ്ട് കൾച്ചറൽ സിഗ്നിഫിക്കൻസ്, ഷെയറിങ് ആൻഡ് കമ്മ്യൂണൽ ആക്ടിവിറ്റീസ്, അത് നമുക്ക് തരുന്നത് കമ്മ്യൂണിറ്റി ബോണ്ടിങ് ആണ്, അല്ലേ? നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കമ്മ്യൂണിറ്റി ബോണ്ടിങ് തരും. റിച്വൽസ് ആൻഡ് ട്രഡീഷൻസ്, ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ടും ആ സദ്യവട്ടങ്ങൾ വിളമ്പാൻ വേണ്ടിയും ഒരു പ്രത്യേക ഒരു രീതിയുണ്ട്. അപ്പോൾ ആ രീതി അത് റിച്വൽസും ട്രഡീഷനുമാണ്. പിന്നെ സെലിബ്രേഷൻ ഓഫ് ഹെറിറ്റേജ്, പാരമ്പര്യത്തിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് ഓണം കണക്കാക്കുന്നത്. Colored pictures of festivals in your area, carnival, agricultural fair, film festival, literature festival, etc. and prepare a wall magazine with cultural features. ഇപ്പോൾ നമ്മുടെ ഫെസ്റ്റിവലോ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, കാർണിവൽ, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഫെസ്റ്റ്, അങ്ങനെ എന്ത് നടന്നാലും അതിൻ്റെയൊക്കെ ഒരു പിക്ചർ എടുത്തിട്ട് ഒരു വാൾ മാഗസിൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൾച്ചർ ഇസ് സിംബോളിക് ആണ്. വാട്ട് ഓൾ സിംബൽസ് ഡു യു നോ ദാറ്റ് റെപ്രസെൻറ്റ് അവർ നാഷണലിസം? അപ്പം നമ്മുടെ ദേശീയത തുറന്നു കാണിക്കുന്ന എന്തൊക്കെ ചിഹ്നങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? Observe the above pictures. These are some of the symbols of Indian nationalism and culture. ഇപ്പോൾ ഈ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയതയുടെയും പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കുറച്ച് ചിത്രങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. നാഷണൽ ആന്തം, നാഷണൽ ഫ്ലാഗ്, പാട്രിയോട്ടിക് സോങ് ആൻഡ് സോ ഓൺ ഇവോക്ക് എ ഫീലിംഗ് ഓഫ് നാഷണലിസം ഇൻ അസ്. ഇപ്പോൾ ദേശീയ ഗാനവും ദേശീയ പതാകയും പാട്രിയോട്ടിക് സോങ്, ദേശഭക്തി ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകും? ഒരു ദേശീയത ഉണരും. നാഷണലിസം റിപ്രസെൻറ്റ്സ് പാട്രിയോട്ടിസം ആൻഡ് നാഷണൽ യൂണിറ്റി. ഇപ്പോൾ ദേശീയത എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശസ്നേഹവും ദേശത്തിൻ്റെ ഒത്തൊരുമയുമാണ്. സിമിലർലി സിമ്പിൾസ് സച്ച് ആസ് ലാംഗ്വേജ്, ഗെസ്റ്റേഴ്സ് ആൻഡ് ഒബ്ജക്ട്സ് ആർ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് കൾച്ചർ. ചില സമയങ്ങളിൽ ചില ഭാഷകളും ചില ആംഗ്യങ്ങളും ചില വസ്തുക്കളും ചില സ്മാരകങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ പാരമ്പര്യത്തിനെ സൂചിപ്പിക്കുന്നവയാണ്. ദീസ് സിംബൽസ് ഹെൽപ്സ് ഇൻ നർച്ചറിങ് കൾച്ചർ ആൻഡ് വാല്യൂസ്. സിംബൽസാണ്, ഈ ചിഹ്നങ്ങൾ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ മൂല്യങ്ങളെയും പരിപോഷിപ്പിക്കും. ഫൈൻഡ് ദ സിംബൽസ് യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് ദ കൾച്ചർ ഇൻ യുവർ ഏരിയ, നോട്ട് ദർ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ്, പ്രിപ്പയർ ആൻഡ് ഡിസ്പ്ലേ എ വാൾ മാഗസിൻ. അപ്പോൾ നിങ്ങളുടെ ഏരിയയിലുള്ള, നിങ്ങളുടെ പരിസരത്തുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്ന സിമ്പിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിച്ചത് വാൾ മാഗസിൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. Next one, culture is dynamic. Listen carefully as grandmother shares the changes in the marriage practices with her grandchildren and friends who have come to attend her wedding anniversary. നമ്മുടെ ഗ്രാൻഡ് ഉണ്ട് ഇവിടെ. ഗ്രാൻഡ് മുത്തശ്ശിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, വിവാഹ വാർഷികമാണ്. അപ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് പണ്ടുണ്ടായിരുന്ന കല്യാണവും ഇപ്പോഴുള്ള കല്യാണവും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണ് ഗ്രാൻഡ് മദർ. ഇൻ മൈ യങ്ങർ ഡേയ്സ് മാരേജസ് വർ വെരി സിമ്പിൾ. ഞാൻ എൻ്റെ പണ്ട് കാലങ്ങളിൽ കല്യാണങ്ങൾ ഭയങ്കര ലളിതമായിരുന്നു. മൈ മാരേജ് ടുക്ക് പ്ലേസ് ഇൻ എ പവലിയൻ സെറ്റപ്പ് ഇൻ ദ ഫ്രണ്ട് യാർഡ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കെട്ടിയ ഒരു പന്തലിലാണ് നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ കല്യാണം നടന്നത്. ഓൺലി ക്ലോസ് റിലേറ്റീവ്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് വർ ഇൻവൈറ്റഡ്. ആകെ കുറച്ച് പേരടങ്ങുന്ന കുടുംബക്കാരും അവരുടെ കുറച്ച് ബന്ധുജനങ്ങൾ മാത്രമാണ് പങ്കെടുത്തത് കല്യാണത്തിൽ. ദ ഫുഡ് വാസ് കുക്ക്ഡ് ബൈ മൈ റിലേറ്റീവ്സ്. ഭക്ഷണം ഉണ്ടാക്കിയത് അവരുടെ ബന്ധുക്കൾ തന്നെയാണ്. അറ്റ് that time more attention was given to the marriage ceremony and custom. ആ സമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത് ഈ വിവാഹത്തിൻ്റെ ആ ഒരു ചടങ്ങുകൾക്കായിരുന്നു. ബട്ട് മൈ ഗ്രാൻഡ് ഡോട്ടേഴ്സ് മാരേജ് വാസ് എ ഗ്രാൻഡ് സെലിബ്രേഷൻ. പക്ഷേ എൻ്റെ കൊച്ചുമകളുടെ കല്യാണം വളരെ വിപുലമായിട്ടാണ് നടത്തിയത്. എ ബ്യൂട്ടിഫുൾ ഡെക്കറേറ്റഡ് ആൻഡ് സ്പേഷ്യസ് ഓഡിറ്റോറിയം വിത്ത് സ്റ്റേജ് ഫുൾ ഓഫ് ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ്. ഒരു വലിയ ഓഡിറ്റോറിയം, അവിടെ നിറയെ ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും. ഇൻ അവർ ടൈം മാരേജ് വാസ് ജസ്റ്റ് എ വൺ ഡേ ഇവൻറ്റ്. ഇപ്പം ഞങ്ങളുടെ കാലഘട്ടത്തിൽ കല്യാണം ഒരൊറ്റ ദിവസ പരിപാടിയായിരുന്നു.
But today, what all new pre-wedding celebrations are there, like haldi and mehendi ceremonies. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. പ്രീ വെഡിങ് വിവാഹത്തിന് മുൻപുള്ള കുറേ ചടങ്ങുകളുണ്ട്, ഹൽദി മെഹന്തി എന്നൊക്കെ പറഞ്ഞിട്ട്. വാട്ട് ഓൾ ചേഞ്ചസ് ഇൻ ദ കണ്ടക്ട് ഓഫ് മാരേജ് ഇറ്റ് സെൽഫ്. വിവാഹത്തിൻ്റെ ആ ഒരു ചടങ്ങുകളിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ആൻഡ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം വാസ് ഇൻ ചാർജ് ഓഫ് എവറിത്തിങ്. ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമാണ് ഇതിന് മുഴുവൻ മേൽനോട്ടം വഹിച്ചത്. ദർ വാസ് എ സെപ്പറേറ്റ് ടീം ഫോർ കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ്. ഭക്ഷണം പാകം ചെയ്യുന്നതിനും ഭക്ഷണം വിളമ്പുന്നതിനും വ്യത്യസ്തമായ വേറെ വേറെ ടീമുകളുണ്ടായിരുന്നു. ദ ഫീസ്റ്റ് ഇൻക്ലൂഡഡ് ഡിഷസ് ദാറ്റ് ഐ ഹാവ് നെവർ ഹേർഡ് ഈവൻ ഹേർഡ് ഓഫ്. ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത പല ഭക്ഷണ വിഭവങ്ങളും അന്ന് സദ്യക്കുണ്ടായിരുന്നു. ഹൗ മച്ച് മാരേജ് സെറമണീസ് ഹാവ് ചേഞ്ച് ഫ്രം സിമ്പിൾ കസ്റ്റം. അപ്പോൾ പണ്ടത്തെ ലളിതമായ ആചാരങ്ങളിൽ നിന്ന് എന്തുമാത്രം വ്യത്യാസമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ദീസ് പിക്ചേഴ്സ് ഇൻഡിക്കേറ്റ് ദ മോഡേൺ ട്രെൻഡ്സ് ഇൻ മാരേജ്. ഗ്രാൻഡ് ഹാസ് മെൻഷൻ ദ ചേഞ്ചസ് ഇൻ മാരേജ് സെറമണീസ്. വാട്ട് ആർ ദേ? ഇപ്പോൾ ഗ്രാൻഡ് പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. മാരേജ് റിസപ്ഷൻ, മെഹന്തി, ഹൽദി, ബാച്ചിലർ പാർട്ടി, സേവ് ദ ഡേറ്റ്, ബ്രൈഡ് ഗ്രൂം, മേക്കപ്പ്, ഫോട്ടോഷൂട്ട്, ഡാൻസ്, ബ്രൈഡൽ ഡാൻസ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ഫുഡ് കാറ്ററിംഗ് സർവീസ്. അപ്പോൾ ഇത് രണ്ടെണ്ണം ഞാൻ എഴുതിയിട്ടില്ല, അതൊന്ന് ആഡ് ചെയ്യണേ. ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ്. ഫോട്ടോഗ്രാഫേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്, മേക്കപ്പും ഫോട്ടോഷൂട്ടൊക്കെ. മാരേജ് ഈസ് എ സോഷ്യൽ ഗ്യാതറിംഗ് വെയർ എവ്രി വൺ including relatives, friends and native participate. With the development of modern technology, ceremonies like marriages are undergoing vast changes. As a part of extravaganza connected with marriages, lots of new employment sectors developed and many people are getting employments. Do you agree with this? അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഇപ്പം കല്യാണങ്ങളുടെ ഒരു മുഖച്ഛായ തന്നെ മാറിയ ഈ അവസരത്തിൽ ടെക്നോളജി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ദൂർത്തായിട്ടുള്ള വിവാഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ തൊഴിലവസരങ്ങൾ കൂടുതൽ ഉണ്ടാവുന്നുണ്ട്. കാരണം ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം പണ്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്നൊരു പ്രത്യേക സെക്ടർ തന്നെ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആ ഒരു ടീമിൽ എത്ര പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവും? സർവ് ചെയ്യാൻ വേണ്ടിയിട്ടോ, കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ക്ലീനിങ് സ്റ്റാഫുകൾ, അങ്ങനെ ഡെക്കറേഷൻ സ്റ്റാഫുകൾ, ലൈറ്റ് ആൻഡ് സൗണ്ട്. ഇനി ഇവർക്ക് എന്തെങ്കിലും പരിപാടികൾ വേണമെന്നാണെങ്കിൽ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഡാൻസ് അല്ലാതെ വേറെ എക്സ്ട്രാ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെന്നാണെങ്കിൽ ഫിലിം സ്റ്റാർസിനെ കൊണ്ടുവരിക എന്നുള്ളത്, അതൊക്കെ എല്ലാം ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. ഫിലിം സ്റ്റാർസിന് പൈസ കൊടുത്തിറക്കുക, പിന്നെ ഒരു ഗാനമേള വെക്കുക, അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ഡാൻസിൻ്റെ ഒരു പെർഫോമൻസ് വെക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അവർക്കൊക്കെ എല്ലാം പൈസ കിട്ടണം, തൊഴിലവസരങ്ങൾ വരികയാണ് അല്ലേ. അപ്പോൾ ഇത് ചില കാര്യങ്ങളൊക്കെ നല്ലതുമാണ്, ചില കാര്യങ്ങളിലൊക്കെ ചീത്തതുമാണ്. വാട്ട് ആർ യുവർ തോട്ട്സ് ഓൺ കീപ്പിംഗ് സെറമണീസ് ലൈക്ക് മാരേജ് സിമ്പിൾ ഇൻസ്റ്റെഡ് ഓഫ് എക്സ്ട്രാവാഗൻറ്റ്? ഡിസ്കസ്. അപ്പോൾ നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് കല്യാണങ്ങൾ ഇങ്ങനെ എക്സ്ട്രാവാഗൻ്റ് ആയിട്ട് ആർഭാടമായിട്ട് നടത്തുന്നതാണോ വളരെ ലളിതമായ രീതിയിൽ നടത്തുന്നതാണോ നല്ലത് എന്നുള്ളൊരു ഡിസ്കഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മാരേജസ് ഹാവ് ചേഞ്ച് ഫ്രം സിമ്പിൾ കസ്റ്റം ടു കോംപ്ലെക്സ് ആൻഡ് എക്സ്പെൻസീവ് സെലിബ്രേഷൻ. However, haven't you noticed that many traditional marriage customs are still followed with changes? പക്ഷെ പാരമ്പര്യമായി നടന്നു വരുന്ന ചടങ്ങുകളെല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഇച്ചിരി എന്തെങ്കിലും മോഡേണൈസേഷൻ ചെയ്യുന്നുണ്ട്. This shows how culture undergoes changes, incorporating tradition and modernity at the same time. അപ്പോൾ ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മുടെ പാരമ്പര്യത്തിനെ കുറച്ച് മോഡേണിറ്റി ആയിട്ട് കലർത്തി അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നു. ഡസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ മീഡിയ ഇൻഫ്ലുവൻസ് ഫുഡ് ആൻഡ് ക്ലോത്തിങ് ദാറ്റ് ആർ പാർട്ട് ഓഫ് അവർ കൾച്ചർ? ഡിസ്കസ് ഇൻ ക്ലാസ് ആൻഡ് മേക്ക് നോട്ട്സ്. ഇതിൻ്റെ ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. കൾച്ചർ ഈസ് കസ്റ്റമറി. Theyyam is a customary art form from northern Kerala. It involves diverse rituals. The first ritual in Theyyam is Adayalam Kodukal, which involves scheduling the date for Theyyam and preparing the artist to don the costume. ഇപ്പോൾ തെയ്യത്തിനെ പറ്റിയാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അതൊരു കസ്റ്റമറിയാണ്, പതിവാണെന്നാണ് പറയുക. അപ്പോൾ തെയ്യം ഒരു പതിവായി നമ്മൾ കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ കെട്ടുന്നൊരു
ഒരു കലാരൂപമാണ്. തെയ്യത്തിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അടയാളം കൊടുക്കലാണ്. ഇതിനകത്ത് ഒരു തീയതി നിശ്ചയിക്കും. അതുപോലെ ഏത് ആരാണ് തെയ്യം കെട്ടുന്നത്, ഏത് തെയ്യമാണ് കെട്ടുന്നത് എന്നുള്ളത് തീരുമാനമുണ്ടാക്കും. ദ ആർട്ടിസ്റ്റ് പെർഫോമിങ് തെയ്യം ഒബ്സർവ് റിതം ഫോർ 1 to 7 days. അപ്പോൾ ഈ ആരാണോ തെയ്യം കെട്ടുന്ന കലാകാരൻ അദ്ദേഹം എന്ത് ചെയ്യും? വ്രതം എടുക്കും 7 ദിവസം, അല്ലെങ്കിൽ 1 മുതൽ 7 വരെ ദിവസങ്ങളിൽ. തെയ്യം ഈസ് പെർഫോംഡ് അറ്റ് കാവ്. അപ്പോൾ കാവുകളിലാണ് തെയ്യം കളിയാടുന്നത്. ആൻഡ് അതർ പ്ലേസസ് വൺസ് എ ഇയർ. മറ്റുള്ള സ്ഥലങ്ങളിൽ വർഷത്തിലൊരിക്കൽ. ദ തെയ്യം ദാറ്റ് എക്സിസ്റ്റ് ഇൻ മോഡേൺ ടൈംസ് ആർ വില്ലേജ് സൈറ്റ്സ് that proclaim the continuity of custom and cultural vibrance. അപ്പോൾ ഇത് നമ്മുടെ തെയ്യം പുതിയ കാലഘട്ടത്തിൽ എന്താണ് അതൊരു സാംസ്കാരിക ഊർജ്ജസ്വലതയാണ് കാണിക്കുന്നത്. സംസ്കാരത്തിൻ്റെ ഒരു മറ്റുള്ള സംസ്കാരത്തിലുള്ള ആൾക്കാർ ഇത് വന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവർക്കെല്ലാം അറിയുന്നതിന് വേണ്ടിയുള്ളൊരു You have read about the custom related to the performance of തെയ്യം. അപ്പോൾ എന്തെല്ലാം ചിട്ടവട്ടങ്ങളാണ് നമ്മൾ തെയ്യത്തിന് മുമ്പ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി. വാട്ട് ആർ ദേ? അപ്പോൾ ഏതെല്ലാമാണ് അവ എന്തെല്ലാമാണെന്ന് ഒന്ന് നമുക്ക് എഴുതാം. എന്തെല്ലാമാണ്? അടയാളം കൊടുക്കൽ, പിന്നെ വ്രതം, പിന്നെ ഡോൺ ദി കോസ്റ്റ്യൂം, അത് 3 ഉണ്ട്. പിന്നെ നമുക്ക് എന്താണ്? കാവുകളിലാണിത് കെട്ടിയാടുന്നത്. ആരാണ് തെയ്യം കെട്ടുന്നതെന്നുള്ളതിൻ്റെ ആളെ തീരുമാനിക്കുക. അതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം. സെവറൽ റിച്വലിസ്റ്റിക് ആർട്സ് ലൈക്ക് തെയ്യം ഷോക്കേസസ് എ റിച്ച് cultural tradition of Kerala. Similarly, there are many traditional customs in our society. They are transmitted from ancestors to new generation. അപ്പം നമ്മുടെ കേരളത്തിൽ പല രീതിയിലുള്ള പാരമ്പര്യമായിട്ടുള്ള ഇങ്ങനത്തെ പതിവുകളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊരു തെയ്യം കലാകാരനോട് ഒരു ഇൻ്റർവ്യൂ ചോദിക്കാം. കണ്ടക്ട് ആൻ ഇൻ്റർവ്യൂ വിത്ത് ട്രഡീഷണൽ തെറ്റിപ്പോയി. ഈ ഒരു നമ്മൾ തെയ്യം കെട്ടുന്നൊരു കസ്റ്റം ഉണ്ടെന്നൊരു സമ്പ്രദായം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇത് നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറിയാണ്. ഇനി ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആണ് രണ്ടാമത് വന്നിട്ടുള്ളത്. അത് ഡൈനാമിക്കിലാണ് വരിക. അത്തപ്പൂക്കളം ലേണിലാണ് വരിക. നമ്മളത് പഠിക്കുകയാണ് ചെയ്യുന്നത് മുതിർന്നവരിൽ നിന്നും. അത്തപ്പൂക്കളം വൈറ്റ് സിഗ്നിഫയിങ് പീസ്, അത് സിമ്പലിലാണ് വരിക. അതൊരു ചിഹ്നമായിട്ടാണ് കണക്കാക്കുക. ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഹാവിങ് ഓണം ഫീസ് ടുഗെദർ, അത് ഷെയറിങ്ങിലാണ് വരിക. ഓണസദ്യയുടെ കാര്യം ഇത് ഞാനൊരു നോട്ടായിട്ട് ഇടാം. ഈ വീലിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഭാഗം ഇല്ല, അപ്പോൾ അത് നോട്ടായിട്ട് ഞാൻ ഇടാം. കൾച്ചറൽ ചേഞ്ചസ് ആണ്. ഹാവിങ് ടു നോട്ടീസ് ദാറ്റ് കൾച്ചർ ഈസ് ഡൈനാമിക്. എവറി സൊസൈറ്റി ഹാസ് കൾച്ചർ. കൾച്ചർ ഈസ് എ ഗൈഡ് ഫോർ ദ മെമ്പർ ഓഫ് സൊസൈറ്റി. ഫ്രം ടൈം ടു ടൈം എലമെൻറ്റ് ഓഫ് കൾച്ചർ അണ്ടർഗോസ് ചേഞ്ചസ്. സംസ്കാരം ഡൈനാമിക് ആണ്, മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ്? നമ്മുടെ ഓരോ സമൂഹത്തിനും അതിൻ്റേതായിട്ടുള്ള കൾച്ചറുണ്ട്, സംസ്കാരമുണ്ട്. സമയാസമയങ്ങളിൽ ഈ സംസ്കാരത്തിൻ്റെ എലമെൻസിന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ അവർ ഡയറ്റ്, ക്ലോത്തിങ്, ഫാമിലി റിലേഷൻഷിപ്പ് ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആർ എക്സാമ്പിൾ ഓഫ് ദിസ്. കൾച്ചറൽ ചേഞ്ചസ് മീൻസ് എ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ഹാപ്പൻസ് ഇൻ ബോത്ത് മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ അക്രോസ് ടൈം. അപ്പോൾ ഇത് നമ്മുടെ ഭക്ഷണ രീതിയും വിദ്യാഭ്യാസ സമ്പ്രദായം, നമ്മുടെ കുടുംബത്തിലുള്ള റിലേഷൻഷിപ്പ്, ഡയറ്റ്, എല്ലാത്തിനും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ഈ കൾച്ചറൽ ചേഞ്ചസ് മൂലം. കൾച്ചറൽ ചേഞ്ചസ് മീൻസ് ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ഹാപ്പൻസ് ഇൻ ബോത്ത് മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ അക്രോസ് ടൈം. ഇപ്പോൾ സമയബന്ധിതമായിട്ട് നമ്മുടെ മെറ്റീരിയലും നോൺ മെറ്റീരിയലുമായിട്ടുള്ള കാര്യങ്ങളിൽ വരുന്ന മാറ്റങ്ങളെയാണ് കൾച്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത്. കൾച്ചറൽ ചേഞ്ച് മെയിൻലി ഒക്കേഴ്സ് വെൻ വൺ കൾച്ചർ കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് അതർ കൾച്ചർ. ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരവുമായിട്ട് ബന്ധം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഒരു കൾച്ചറൽ ചേഞ്ച് വരുന്നത്, സാംസ്കാരിക മാറ്റം സംഭവിക്കുന്നത്. കൾച്ചറൽ ഡിഫ്യൂഷൻ ഫസ്റ്റ് വൺ. ആദ്യത്തേത് കൾച്ചറൽ ഡിഫ്യൂഷനാണ്. ഇതിന് നമുക്കൊരു മെനു കാർഡ് തന്നിട്ടുണ്ട്. ഈ മെനു കാർഡിൽ കേരളത്തിൻ്റേതായിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതെല്ലാമാണ്, കേരളത്തിൻ്റെ അല്ലാത്ത ഭക്ഷണങ്ങൾ ഏതെല്ലാമാണ്, നമുക്ക് കേരളത്തിൻ്റെ അല്ലാത്ത ഭക്ഷണങ്ങൾ ഏതെല്ലാമാണെന്നൊന്ന് മാർക്ക് ചെയ്യാം.
A menu of various food items are given the picture. Which of these are non-Kerala dishes? It can be seen that along with Kerala's traditional cuisines, dishes from other regions too are mixed with our food culture. ഇപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലെ ഭക്ഷണവും നമ്മുടെ ഭക്ഷണവുമായിട്ടും കൂടിക്കലർന്നിട്ടാണ് ഈ ഒരു മെനു കാർഡിലുള്ളത് അല്ലേ. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ ഭക്ഷണത്തിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഭക്ഷണവും കൂടി നമ്മുടെ മെനു കാർഡിൽ വന്നത്. കൾച്ചറൽ ഡിഫ്യൂഷൻ റിഫേഴ്സ് ടു ദ സ്പ്രെഡ് ഓഫ് യുണീക്ക് ആസ്പെക്റ്റ് ഓഫ് വൺ കൾച്ചർ ഇൻ ടു അനദർ. അപ്പോൾ ഒരു സംസ്കാരത്തിനെ മറ്റൊരു സംസ്കാരം പൂർണ്ണമായിട്ട് സ്വീകരിക്കും. അതാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ. ദിസ് ഹാപ്പൻസ് വെൻ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഇൻറ്ററാക്ട് വിത്ത് ഈച്ച് അതർ. ദിസ് ഡിഫ്യൂഷൻ ക്യാൻ ഹാപ്പൻ ഫ്രം വൺ കൾച്ചർ ടു അനദർ ആൻഡ് വൈസ് വേഴ്സ. ഇത് നമ്മൾ ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു സംസ്കാരത്തിലേക്കും തിരിച്ചും നമുക്ക് ഇത് മാറ്റങ്ങൾ സംഭവിക്കാം. ആസ് ദ നമ്പർ ഓഫ് ഗസ്റ്റ് വർക്കേഴ്സ് ഇൻ കേരള ഇൻക്രീസ്ഡ്, ദെയർ ഫുഡ് ഐറ്റംസ് ഓൾസോ ബിക്കം വൈഡ്ലി അവൈലബിൾ ഹിയർ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ അതിഥി തൊഴിലാളികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചത് കാരണം അവരുടെ ഭക്ഷണവും കൂടി നമ്മുടെ മെനു കാർഡിൽ സ്ഥാനം പിടിച്ചു. എക്സാമ്പിൾ പാനിപൂരി, പനീർ ടിക്ക, ദാൽ മഖനി. അപ്പോൾ ഇതെല്ലാമാണ് അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അല്ലേ. അപ്പോൾ അതെല്ലാം ഇപ്പം നമ്മുടെ ഇവിടുത്തെ മെനു കാർഡുകൾ, ഹോട്ടൽസിലും റെസ്റ്റോറൻറ്റിലെയും മെനു കാർഡ്സിൽ ഈ ഭക്ഷണങ്ങളും കൂടി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. സിമിലർ ചേഞ്ചസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ക്ലോത്തിങ്, ലാംഗ്വേജ് ആൻഡ് ഫെസ്റ്റിവൽ ടു. ഭാഷയുടെ കാര്യത്തിലായാലും ഉത്സവങ്ങളുടെ കാര്യത്തിലായാലും ആഘോഷങ്ങളുടെ കാര്യത്തിലായാലും വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലായാലും ഇങ്ങനൊരു ചേഞ്ച് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. കൾച്ചറൽ ഡിഫ്യൂഷൻ ഒക്കേഴ്സ് വെൻ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഇൻറ്ററാക്ട് വിത്ത് ഇൻ എ ഫ്രണ്ട്ലി മാനർ. ഇപ്പോൾ കൾച്ചറൽ ഡിഫ്യൂഷൻ വരുന്നത് എപ്പോഴാണ്? രണ്ട് സംസ്കാരങ്ങൾ ഒരു സൗഹൃദപരമായിട്ടുള്ള രീതിയിൽ ഒരുമിക്കുമ്പോഴാണ്. Find other examples of cultural diffusion and discuss them in class. ഇപ്പോൾ റിലീജിയൻ, ആർട്ട്, ഫെസ്റ്റിവൽ, ക്ലോത്തിങ്, ലാംഗ്വേജ് ഇതെല്ലാമാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അവിടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. റിധി സെലിബ്രേറ്റഡ് ഓണം വിത്ത് us after celebrating Tej in her village. Along with learning her own culture, Riddhi is also learning about the culture of another place. Learning another culture is like this. This is acculturation. Partially changing to one's own culture happens due to an influence of another culture. At the same time, many of its original elements are sustained. Have you had a similar experience? അപ്പോൾ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിധി രാജസ്ഥാനിൽ നിന്ന് കേരളത്തിൽ വന്ന് താമസിക്കുകയായിരുന്നു. എന്നിരുന്നാൽ പോലും കേരളത്തിൽ താമസിക്കുകയാണെങ്കിൽ പോലും ഹരിയാലി തേജ് സെലിബ്രേറ്റ് ചെയ്തു. അവർ നാട്ടിൽ പോയി ഹരിയാലി തേജ് സെലിബ്രേറ്റ് ചെയ്തു. തിരിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഓണം തുടങ്ങി, ഓണം സെലിബ്രേഷൻ തുടങ്ങി. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ ഓണവും അവർ ആഘോഷിച്ചു. അപ്പോൾ സ്വന്തം സംസ്കാരത്തിനെ സംരക്ഷിക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ സംസ്കാരത്തിനെ കൂടി അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അവർ അംഗീകരിക്കുന്നുണ്ട്, അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഓഫ് അക്കൾച്ചറേഷൻ്റെ മറ്റുള്ള എക്സാമ്പിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഇമിഗ്രൻസ് ഇൻ USA. ഇപ്പോൾ USA പോയി കഴിയുമ്പോൾ അവിടുത്തെ സംസ്കാരം അവിടുത്തെ സെലിബ്രേഷൻസും അവിടുത്തെ ഫുഡ്, അവിടുത്തെ ലാംഗ്വേജ്, അവിടുത്തെ ക്ലോത്തിങ്സ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യും. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇൻ ഇന്ത്യയിലുള്ള വിദേശ രാഷ്ട്രത്തിലുള്ള കുട്ടികൾ, ഷോപ്പിംഗ് മോൾ കൾച്ചർ ഇൻ ഇന്ത്യയിൽ ഇപ്പോൾ തലപൊക്കിയിരിക്കുന്ന ഷോപ്പിംഗ് മോൾ കൾച്ചർ, മാരേജ് കസ്റ്റംസ് ചേഞ്ച് ചെയ്തിരിക്കുന്ന മാരേജ് കസ്റ്റം. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്ത കൾച്ചറൽ അസിമിലേഷൻ ആണ്. വിനു ആൻഡ് ഫാമിലി മൈഗ്രേറ്റഡ് ഫ്രം കേരള ടു ഓസ്ട്രേലിയ 5 years ago. After 4 years of permanent residence there, they got Australian citizenship. In the beginning, they struggled to accommodate to the climate, language, society, social practices. അപ്പോൾ വിനുവും ഫാമിലിയും കേരളത്തിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോയി. അവരവിടെ 4 വർഷം താമസിച്ചതിന് ശേഷം അവർക്ക് ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് കിട്ടി, ഓസ്ട്രേലിയൻ പൗരത്വം അവർക്ക് കിട്ടി. അപ്പോൾ ഇവർ മൊത്തമായിട്ട് ഓസ്ട്രേലിയക്കാരായി മാറി. വിനുവും ഫാമിലിയും ഇന്ത്യൻ കൾച്ചറിനെ പാടെ ഉപേക്ഷിച്ച് ഓസ്ട്രേലിയൻ കൾച്ചറിനെ മുഴുവനായി സ്വീകരിച്ചു. അങ്ങനെയാണ് അവർക്ക് ഓസ്ട്രേലിയൻ പൗരത്വം കിട്ടുന്നത്. അപ്പോൾ ഓൾ യു ഹാവ് ലേൺഡ് അബൌട്ട് വിനൂസ് എക്സ്പീരിയൻസ് ഓഫ് മൂവിങ് ഫ്രം കേരള ടു ഓസ്ട്രേലിയ ഫോർ വർക്ക്. വാട്ട് ഓൾ ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ ഡിഡ് വിനു ആൻഡ് ഫാമിലി ഹാവ് ടു ആക്സെപ്റ്റ്. അപ്പോൾ വിനു ഫാമിലിയും അവിടെയുള്ള ഓസ്ട്രേലിയയിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അക്സെപ്റ്റ് ചെയ്തത്? ടൈം, ക്ലൈമറ്റ്, ലാംഗ്വേജ്, സോഷ്യൽ പ്രാക്ടീസസ്, ഫുഡ് ഹാബിറ്റ്സ്, ഡ്രസ്, സോഷ്യൽ വാല്യൂ, ബിഹേവിയർ, ലെഷർ, ഔട്ട്ഡോർ ഫൺ, വർക്ക് ലൈഫ് ബാലൻസ്. അപ്പോൾ ഇതെല്ലാമാണ് അവർ അക്സെപ്റ്റ് ചെയ്ത കാര്യം.
To live in Australia, Vinu had to learn the local language, food habits, and other cultural practices. In this way, Vinu, who is a Keralite, was forced to change the culture of Australia. അപ്പോൾ വിനുവിന് കേരളത്തിൻ്റെ മുഴുവൻ സംസ്കാരവും അവിടെ നഷ്ടപ്പെടുത്തിയിട്ട് ഓസ്ട്രേലിയയുടെ പുതിയ സംസ്കാരത്തിലേക്ക് ചേക്കേറേണ്ടി വന്നു. മുഴുവനായി അവർ മാറേണ്ടി വന്നു. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് cultural assimilation. Happens when one culture subordinates other culture in this way. Through this, the unique factors of one culture are gradually lost and the way of other culture is replace it. And acculturation and cultural assimilation are cultural changes that occur when different cultures come into contact, but they differ in how individuals accommodate to a dominant culture. Let's see how it is. Rithi's family lives in Kerala, accommodates the dominant culture of Kerala while maintaining their own cultural practices. അപ്പോൾ ഋതിയുടെ ഫാമിലി എങ്ങനെയാണ്? അവരുടെ കേരളത്തിൻ്റെ കൾച്ചറുമായിട്ട് അവർ അക്കോമഡേറ്റ് ചെയ്തു, അത് അംഗീകരിച്ചു, അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ സ്വന്തം കൾച്ചറും അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി വിനുവിൻ്റെ ഫാമിലി എങ്ങനെയാണ്? വിനുവിൻ്റെ ഫാമിലി മൊത്തമായിട്ട് ചേഞ്ച് ചെയ്തു. അവർ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ കൾച്ചറിനെ പാടെ ഉപേക്ഷിച്ചിട്ട് ഓസ്ട്രേലിയൻ കൾച്ചർ സ്വീകരിച്ചു. പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ എ സ്റ്റോറി ദാറ്റ് ഇല്ലുസ്ട്രേറ്റ് acculturation and cultural assimilation and present it as a role play. ഒരു റോൾ പ്ലേ റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് acculturation and cultural assimilation and cultural diffusion happens due to the influence of internal factors within the society. ഇപ്പോൾ സമൂഹത്തിനുള്ളിലുള്ള കാര്യങ്ങളും മാത്രമല്ല, എക്സ്റ്റേണൽ ആയിട്ട് പുറത്തുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇതുപോലുള്ളൊരു കൾച്ചറൽ അസിമിലേഷൻ അല്ലെങ്കിൽ കൾച്ചറൽ അക്കൾച്ചറേഷൻ അല്ലെങ്കിൽ കൾച്ചറൽ ഡിഫ്യൂഷന് കാരണമാകാറുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് കൾച്ചറൽ ഇന്നോവേഷൻ ആൻഡ് കൾച്ചറൽ ചേഞ്ചസ് ആണ്. പണ്ടുണ്ടായിരുന്ന ഒരു സാമൂഹിക ചുറ്റുപാടല്ല ഇപ്പോൾ നമുക്കുള്ളത് അല്ലേ. പണ്ട് നമ്മൾ വിറകടുപ്പ് യൂസ് ചെയ്തിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റവാണ് യൂസ് ചെയ്യുന്നത്. ഗ്യാസാണ്, ഇൻഡക്ഷൻ കുക്കർ, മൈക്രോവേവ് ഓവൻ. അപ്പോൾ ടെക്നോളജിയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് നമ്മൾ എന്താ ചെയ്യാണ്? ഓൺലൈനിലാണ് ഓരോ കാര്യങ്ങളും മേടിക്കുന്നത് അല്ലേ. ഫുഡ് മാത്രമല്ല, ഫുഡ് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യും. ക്ലോത്ത്സ്, ആക്സസറീസ്, ഗ്രോസറി, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും നമുക്കിപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും. ഡോർ ഡെലിവറി കിട്ടും. ഓക്കെ. ഇനി എൻവയറമെൻറ്റൽ ചേഞ്ചസ് ആൻഡ് കൾച്ചറൽ ചേഞ്ചസ്. പരിസ്ഥിതിയുടെ ഒരു മാറ്റവും അതുമൂലം ഉണ്ടാകുന്ന സാംസ്കാരിക മാറ്റവും നോക്കാം. ലാൻഡ്സ്ലൈഡ്, droughts, floods and rising sea level often create situations that force people to leave their native place and move elsewhere. These changes are their daily lives. Thus, environmental factors like natural disaster and climate changes can bring about significant cultural changes. അപ്പോൾ വരൾച്ച, വെള്ളപ്പൊക്കം, കടൽ കയറുക, സുനാമി വരിക, മണ്ണിടിച്ചിൽ, ഈ കാര്യങ്ങൾ മൂലവും നമുക്ക് കൾച്ചറൽ ഡിഫ്യൂഷൻ ഉണ്ടാകും. അതായത് ഒരു സ്ഥലത്ത് നിന്ന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാറി താമസിക്കും. ഈ ചില ഏരിയകളിൽ ആനയുടെ നടവഴിയുള്ള ഏരിയ, അവിടെ നിന്ന് ചിലപ്പം വീട് മാറി പോകേണ്ടി വരും. അവിടെ പാരമ്പര്യമായിട്ട് അവിടെ താമസിച്ചിരുന്ന ആൾക്കാരായിരിക്കാം. ആനകൾ ആ വഴി വന്നിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷേ കുറേ നാൾ മുമ്പ് വരെ അങ്ങനെ ഒന്നും ഇല്ലായിരുന്ന സ്ഥലത്ത് പെട്ടെന്ന് ആനകൾ വരുന്നു. അപ്പോൾ അവരവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ ഒരു സുനാമിയോ കടൽ കയറ്റമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ കടലോരത്ത് താമസിക്കുന്ന ആൾക്കാർ വേറെ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടി വരും. ആദിവാസി ഊരുകളിൽ നിന്ന് അവരെ മാറ്റി താമസിപ്പിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു പറിച്ചു നടൽ സംഭവിക്കുമ്പോൾ അവരുടെ കൾച്ചറിൽ, സംസ്കാരത്തിൽ തികച്ചും വ്യത്യസ്തമായുള്ളൊരു സ്ഥലത്തേക്ക് അവർ മാറി താമസിക്കുമ്പോൾ അവരുടെ സംസ്കാരത്തിന് നല്ല മാറ്റങ്ങൾ വരും. അവർ ഈ പുതിയ സംസ്കാരവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അവരത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ പഴയ സംസ്കാരത്തിന് പാടെ വിട്ടുപോകുന്ന ആൾക്കാരും ഉണ്ട്. ചിലരെന്ത് ചെയ്യും? അതും ഇതും രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എൻവയറമെൻറ്റൽ ചേഞ്ചസ് ആൻഡ് നാച്ചുറൽ കലാമിറ്റീസ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഇതൊക്കെ കൾച്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇനി ഒരു മൈൻഡ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. കൾച്ചറൽ ചേഞ്ചസിൻ്റെ ഒരു മൈൻഡ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിലൊക്കെയാണ് പെടുന്നത് എന്നുള്ളത്. കൾച്ചറൽ ഡിഫ്യൂഷൻ ഏതാണ്? അക്കൾച്ചറേഷൻ ഏതാണ്? കൾച്ചറൽ അസിമിലേഷൻ ഏതാണ്? എൻവയറമെൻറ്റൽ ചേഞ്ച് എന്താണ്? കൾച്ചറൽ ഇന്നോവേഷൻ എന്താണ്? അപ്പോൾ അത് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്. Culture is a dynamic and integral part of human life. Culture shapes a society. The beauty and goodness of social life lies in the coexistence of people from diverse culture. അപ്പോൾ ഒരു സംസ്കാരത്തിൻ്റെ ഒരു വ്യത്യസ്ത സംസ്കാരമുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന്
ഒരുമിച്ചൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴാണ് ആ സമൂഹത്തിൻ്റെ ഒരു ഭംഗിയും ഉണ്ടാവുന്നത്. Therefore it is essential to respect and tolerate different cultures and promote cultural harmony. അപ്പോൾ അത് നമുക്ക് അത്യന്താപേക്ഷിതമാണ് മറ്റൊരു കൾച്ചറിനെ, മറ്റൊരു സംസ്കാരത്തെ ബഹുമാനിക്കുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു സാംസ്കാരിക ഐക്യത്തിന് അത്യന്താപേക്ഷിതമാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ.